ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് സമ്മ്, അതേപോലെ തന്നെ ആവറേജ്, അതേപോലെ തന്നെ കൗണ്ട് എ, കൗണ്ട് ഈഫ്, സം ഈഫ് ആൻഡ് ഈഫ്, ഈ മെത്തേഡുകൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള പല കാര്യങ്ങളും നമ്മൾ മുമ്പത്തെ പ്രോഗ്രാമിൽ പഠിച്ചതാണ്. അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്നുള്ളത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതെങ്ങനെ ചെയ്യാം എന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യണം, ടോട്ടൽ കാണണം. അതായത് ഇവിടെ ഒരു കുട്ടികളെ കുറച്ച് മാർക്ക് ലിസ്റ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. പേരുണ്ട്, 3 സബ്ജക്റ്റിൻ്റെ മാർക്കുണ്ട്, അവരുടെ ടോട്ടൽ, അതേപോലെ തന്നെ പെർസെൻറ്റേജ്, അതേപോലെ തന്നെ ഗ്രേഡ് കാണണം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി സ്റ്റുഡൻസ്, എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വന്ന് സ്റ്റുഡൻറ്റിൻ്റെ എണ്ണം ഒന്ന് ആദ്യം പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് കൗണ്ട് ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, സ്റ്റുഡൻസ്. അപ്പോൾ ഇതിൽ എത്ര എണ്ണം സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കൗണ്ട് എ. മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്തു, കൗണ്ട് എ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ സ്റ്റുഡൻറ്റിൻ്റെ പേര് കറക്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ ഇതിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്കിവിടെ കാണിക്കും. ഇതിലിപ്പോൾ 10 സ്റ്റുഡൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇവിടെ വരുന്നത് എത്ര സ്റ്റുഡൻസിന് ഗ്രേറ്റർ ദാൻ 50, അതായത് 50% പെർസെൻറ്റേജ് 50%-ൻ്റെ മുകളിൽ വരുന്ന പോലെ എത്ര ആളാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ടോട്ടലും അതേപോലെ തന്നെ ഈ പെർസെൻറ്റേജും ഒന്ന് കാണാം. എന്നാൽ മാത്രമേ നമുക്കിവിടെ വന്ന് ഈ ഗ്രേറ്റർ ദാൻ, അതായത് പെർസെൻറ്റേജ് 50%-ന് മുകളിലുള്ളവർക്ക് നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ കാണാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സം എന്ന് എഴുതുക. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് വാല്യൂ മുതൽ ലാസ്റ്റ് വാല്യൂ വരെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് സെൻറ്റർ അലൈൻ ആക്കാം, എന്നാലാണ് നമുക്കൊന്നും കൂടി ചെയ്യാൻ എളുപ്പം. സെൻറ്റർ അലൈൻ ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ഈക്വൽ ടു ഇടുക, എന്നിട്ട് സം എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് വാല്യൂ മുതൽ ലാസ്റ്റ് വാല്യൂ വരെ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിൻ്റെ സമ്മ് കണ്ടിട്ടുണ്ട്, അതായത് ടോട്ടൽ കണ്ടിട്ടുണ്ട്. ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സമ്മ് നമുക്കിവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ പെർസെൻറ്റേജ് ആണ് കണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ നോക്കാം. പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ആദ്യം സെൻറ്റർ അലൈൻ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ വന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇനി പെർസെൻറ്റേജ് കാണാൻ ഈക്വൽ ടു ടോട്ടൽ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഇതിൽ എത്രയാണോ ഗ്രാൻഡ് ടോട്ടൽ എന്ന് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ മാർക്ക് എന്നുള്ളത് 300-ലാണ്, അതായത് 100-ൽ 80, അതേപോലെ 100-ൽ 75, അതേപോലെ തന്നെ 100-ൽ 86 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാനിവിടെ വന്ന് 300 എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കിതിൻ്റെ എത്രയാണോ പെർസെൻറ്റേജ് വന്നിട്ടുള്ളത് അതിവിടെ കാണിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് നമുക്കിവിടെ കാണാം. ഇനി ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സ്റ്റുഡൻറ്റ് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 50. അപ്പോൾ 50%-ന് മുകളിൽ വരുന്ന എത്ര ആളാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 50. അപ്പോൾ 50%-ന് മുകളിൽ എത്ര ആളുകൾ വന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈക്വൽ ടു, അതിനുശേഷം നമ്മളിവിടെ വന്ന് കൗണ്ട് ഈഫ് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് കൗണ്ട് ഈഫ് എന്ന് ചേർത്തു. അതിനുശേഷം റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പെർസെൻറ്റേജ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ 50%-ൻ്റെ മുകളിൽ പെർസെൻറ്റേജ് വരുന്ന 5 സ്റ്റുഡൻസ് ആണ് നമുക്കിതിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത് ബോബിൻ്റെയും അതേപോലെ എറിക്കിൻ്റെയും ടോട്ടൽ എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഇവിടെ വന്ന് അവരെ നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ
ടോട്ടൽ എന്നും ചേർത്തു. ഇനി ആരതൊക്കെയാണോ കാണേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ബോബ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മൾ അടുത്ത ലൈൻസിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എറിക് എന്നും ചേർത്ത് കൊടുക്കാം. എറിക് എന്നും ചേർത്തു. ഇനി ഇതിൻ്റെ ടോട്ടൽ നമുക്ക് കാണാം. അതായത് ടോട്ടൽ കാണാൻ വേണ്ടി നമ്മളിവിടെ വന്ന് സം ഇഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈക്വൽ ടു ഇടുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് സം ഇഫ് എന്ന് ചേർത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. അതായത് ആ പേര് കൊടുത്ത ഭാഗം സെലക്ട് ചെയ്തു. ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് ഏത് പേരിൻ്റെയാണോ നമുക്ക് കാണേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സം റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അവരെ ടോട്ടലാണ് കാണേണ്ടത്. അപ്പോൾ ആ ടോട്ടൽ എന്നുള്ള ഭാഗവും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ബോബിൻ്റെ ടോട്ടൽ എത്രയാണോ വന്നിട്ടുള്ളത് അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അതേപോലെ എറിക്കിൻ്റെയാണ് ഇനി അടുത്തതായിട്ട് ടോട്ടൽ കാണേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ഈക്വൽ ടു 2. അതിനുശേഷം നമ്മളിവിടെ വന്ന് സം ഈഫ് എന്ന് ചേർത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ഈ കൊടുത്ത ഈ ഭാഗം കറക്റ്റായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്തു, ഈ പേര് സെലക്ട് ചെയ്തു. ഒന്നുകിൽ നമുക്ക് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആ പേര് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്യുകയോ ചെയ്യാം. അതിനുശേഷം സം റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ആ കൊടുത്ത ആ ടോട്ടൽ എന്നുള്ള ആ ഭാഗവും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ അതിൻ്റെ എറിക്കിൻ്റെ ടോട്ടൽ എന്നുള്ളത് നമുക്കിവിടെ എത്രയാണോ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഈഫ് വെച്ചിട്ടുള്ളതാണ്. ഈഫ് ഗ്രേറ്റർ ദാൻ 17, 70ൻ്റെ മുകളിലാണെങ്കിൽ എക്സലൻ്റ് എന്നും, അതേപോലെ തന്നെ പെർസെൻറ്റേജ് എന്നുള്ളത് 50ൻ്റെ മുകളിലാണെങ്കിൽ ഗുഡ് എന്നുള്ളതും, അതേപോലെ തന്നെ അതർവൈസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ബാഡ് എന്നും വരണം. അപ്പോൾ നമുക്കത് പെർസെൻറ്റേജ് ഈഫ് വെച്ചിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈഫ് എന്ന് ചേർത്ത് കൊടുക്കുക. ഈഫ് എന്ന് ചേർത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് സെലക്ട് ചെയ്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. അപ്പോൾ 80ൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് എക്സലൻ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് എക്സലൻ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇവിടെ വന്ന് എക്സലൻ്റ് എന്ന് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഡബിൾ കൊട്ടേഷന് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, പെർസെൻറ്റേജ് 80ൻ്റെ മുകളിലാണെങ്കിൽ നമുക്കിവിടെ വന്ന് എക്സലൻ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി വീണ്ടും എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഈഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ വന്ന് ഈഫ് എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് പെർസെൻറ്റേജ് സെലക്ട് ചെയ്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. അപ്പോൾ 50ൻ്റെ മുകളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിവിടെ ചേർത്ത് കൊടുക്കുക. 50ൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഗുഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണം. ഇനി വീണ്ടും അതുപോലെ തന്നെ നമ്മൾ കോമ ഇട്ടു. അതിനുശേഷം നമ്മൾ ഇതൊന്നും അല്ലെങ്കിൽ, അതായത് 80ൻ്റെ മുകളിലും അല്ല 50ൻ്റെ മുകളിലും അല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യണം, ജസ്റ്റ് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ബാഡ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ വന്ന് ഇതിപ്പോൾ 80ൻ്റെ മുകളിൽ 80ൻ്റെ മുകളിലായാലും എക്സലൻ്റ്, അതേപോലെ 50% മുകളിലാണെങ്കിൽ ഗുഡ്. ഇതൊന്നും അല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യണം, ബാഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് എത്ര എക്സലൻ്റ് ഉണ്ടെന്നും ബാഡ് എത്രയാണെന്നുള്ളതും ഗുഡ് എത്രയാണ് വരണമെന്നുള്ളതും നമുക്കിവിടെ ലിസ്റ്റിലായിട്ട് കാണിച്ചു തരും. ഇനി ഇവിടെ നമുക്ക് അടുത്തതായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഹൗ മെനി സ്റ്റുഡൻറ്റ് ഗുഡ് ആൻഡ് ബാഡ് ഇൻ ലിസ്റ്റ്. എത്ര സ്റ്റുഡൻസ് ഇതിൽ ഗുഡ് ഉണ്ട്, അതേപോലെ എത്ര സ്റ്റുഡൻസിന് ബാഡ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ കൗണ്ട് ഈഫ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഗുഡിൻ്റെ കൗണ്ട് എടുക്കാം. അതിനുശേഷം നമുക്കിത് ചെയ്യാം, ബാഡിൻ്റെ കൗണ്ട് എത്രയാണോ വരുന്നത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗുഡിൻ്റെ കൗണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് കൗണ്ട് ഈഫ് എന്ന് ചേർത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗവും സെലക്ട് ചെയ്തു. ഗുഡ് എന്നുള്ള ഈ ഭാഗവും സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇതിൽ ഗുഡ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ബാഡ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളിവിടെ വന്ന് കൗണ്ട് ഈഫ് എന്ന് ചേർത്ത് കൊടുത്തു. കൗണ്ട് ഈഫ് എന്ന് ചേർത്തു. അതിനുശേഷം റേഞ്ച് എന്നുള്ളത് ഈ ഭാഗം നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തു.
അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാണ് ഈ ബാഡ് എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ബാഡ് എത്രയാണ് വരുന്നത് അത് നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ ഫോർമുലയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചെയ്ത വർക്കിൻ്റെ ലിങ്ക്, അതായത് ഈ വർക്ക് ഫയലിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോയും ഡിസ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അത് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.